കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി PA മുഹമ്മദ് ഹനീഷ ഹൈക്കോടതിയിൽ മാപ്പ് പറഞ്ഞു. നേരിട്ട് ഹാജരായാണ് ക്ഷമാപണം ഹനീഷ് അറിയിച്ചത്. കോടതിയലക്ഷ്യ കേസിൽ കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് ഹരീഷ് നേരിട്ടെത്തിയത്. അതേസമയം കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയേക്കും. D ബിനോയിയുണ്ട്. ബിനോയ്, വിവരങ്ങൾ. 2006 മുതൽ 2015 വരെ കശുവണ്ടി വികസന കോർപ്പറേഷന് തോട്ടണ്ടി ഇറക്കിയതുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നുവെന്നായിരുന്നു കണ്ടെത്തൽ. ഒപ്പം പണാപഹരണം നടന്നിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം നടത്തിയതും. ഈ അന്വേഷണത്തിൽ അന്നത്തെ ചെയർമാനായിരുന്ന R ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന KA ഗിരീഷ്, ഈ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി 3 പ്രാവശ്യമാണ് കോടതി ഉത്തരവ് നൽകിയത്. പക്ഷേ ഈ 3 പ്രാവശ്യവും അന്നത്തെ സർക്കാർ, അതായത് LDF സർക്കാർ അനുമതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവത്തിൽ R ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അന്നത്തെ ഇടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയങ്ങൾക്കിടയിലാണ് കോടതിയുടെ മുന്നിൽ ഈ നടപടിക്രമങ്ങൾ എത്താത്തതിനെ തുടർന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ മുഹമ്മദ് ഹനീഷിനോട് ഇന്ന് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നതും. അദ്ദേഹം കോടതിക്ക് മുന്നിലെത്തി സ്വാഭാവികം മാപ്പ് പറഞ്ഞതോടുകൂടി തന്നെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ ജൂലൈ 2 വരെ ഈ നടപടികളുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീണ്ടുപോകും. അതുവരെ എന്തായാലും കോടതി തൽക്കാലം ഈ മുഹമ്മദ് ഹനീഷിൻ്റെ മാപ്പപേക്ഷ അംഗീകരിക്കാനുള്ള സാധ്യതയും ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഈ R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന രാഷ്ട്രീയം വളരെ വലുതായിരുന്നു. കാരണം R ചന്ദ്രശേഖരൻ പലപ്പോഴും INTUCൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അതിനെല്ലാം ഉപരിയായി അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടനുസരിച്ച് പലപ്പോഴും പിണറായി വിജയനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നുവെന്ന് തന്നെ കോൺഗ്രസ്സിലുള്ള ഒരു വിഭാഗം നേതാക്കൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. ഈ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എടുത്ത നിലപാടുകളും. കാരണം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടും അത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് പരാമർശങ്ങൾ മാത്രമാണ് CBIയുടെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ കാര്യമായ കണ്ടെത്തലുകളില്ലാത്തതിനാൽ പ്രോസിക്യൂഷൻ്റെ അനുമതി നൽകേണ്ട കാര്യമില്ല എന്നായിരുന്നു അന്നെടുത്ത തീരുമാനം. പക്ഷേ ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് പല ആവർത്തി CBI വീണ്ടും കോടതിയെ സമീപിച്ചിരുന്നു. ആ അവസരങ്ങളിലൊക്കെ തന്നെയാണ് ഈ പ്രോസിക്യൂഷന് വേണ്ടി കോടതി നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ തന്നെയും പക്ഷേ അത് അംഗീകരിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും സംസ്ഥാന സർക്കാർ, അതായത് UDF അധികാരത്തിൽ വന്നതിന് ശേഷം INTUCയുടെ മുതിർന്ന നേതാവ്, സംസ്ഥാന അധ്യക്ഷൻ കൂടി R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഈ കോൺഗ്രസ് സർക്കാർ തന്നെ അനുമതി നൽകുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഈ കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് സർക്കാർ ആലോചിച്ച് വേണം എന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. അതായത് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള എതിർസ്വരമോ അല്ലെങ്കിൽ വിയോജിപ്പോ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. അതിൻ്റെ കൂടി കാര്യമായിട്ടാണ്, അല്ലെങ്കിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് R ചന്ദ്രശേഖരനെയും KE രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി നൽകാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ എന്നത്തേക്കായിരിക്കും ഇതുമായുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നില്ല. ഒരു പക്ഷേ ജൂലൈ മാസത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, വ്യക്തമാണ്. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.